313-ാമത്തെ മജ്‌ലിസാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ആ മജ്‌ലിസിലെത്തി നോക്കിയിട്ടുണ്ടാവും. ഞാൻ ആദ്യം വിളിച്ചത് നബിയെയാണ്. 313-ാമത്തെ മജ്‌ലിസിലേക്ക് ഞാൻ ആദ്യം വിളിച്ചത് നബിയാണ്. നബി നിങ്ങൾ വരണം. ഞാൻ വളരെ ചണ്ടിയാണെങ്കിലും സ്വാലിഹ്യങ്ങളായ ആളുകൾ വരുന്നുണ്ട്. പിന്നെ 313 അള്ളാഹ് എന്ന പ്രസംഗം നിങ്ങൾക്ക് പകരക്കാരനായി ഞാൻ ചെയ്തതാണ്. നിങ്ങൾ വരണം. നബി വരും. നബി കരീമാണ്. നബി വരുന്നിരിക്കും. അടുത്ത വെള്ളിയാഴ്ച രാവിലെ ഇവിടെ റസൂൽ വരും. നോക്കണ്ട, ഞാൻ നബിനെ വിളിച്ചിട്ടുണ്ട്. വിളിച്ചപ്പോൾ സുന്നത്തല്ലേ. ഞാൻ എൻ്റെ കല്യാണമാണ് അടുത്ത വെള്ളിയാഴ്ച രാവിലെ. ആ കല്യാണത്തിന് ഞാൻ ആദ്യം വിളിച്ച നബിയാണ്. നബി നിങ്ങളെയാണ് ആദ്യം വിളിക്കണത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് മങ്കൂസ് മൗലിദ് ഓതിയിട്ട് വിളിച്ചു. ഞങ്ങളെ മൗലിദ് ഓതി വിളിക്കണം, നിങ്ങൾ വരണം, വെള്ളിയാഴ്ച രാവിലെ നിങ്ങൾ വരണം കേട്ടോ. ഞാൻ ആദ്യം വിളിച്ചത് റസൂലുള്ളാഹിനെയാണ്. റസൂലുള്ള വരും. ഇന്നെ നോക്കിയിട്ടല്ല, വിളിച്ചു കൊടുത്ത് പോകുക. റസൂലുള്ളാഹിന്റെ സുന്നത്താണ്. എന്തേ അങ്ങനെ തന്നെയല്ലേ? ഞാൻ നബിനെ വിളിച്ചിട്ട് നബി വരും. അടുത്ത വെള്ളിയാഴ്ച റസൂലുള്ള ഉണ്ടോ? എനിക്കുറപ്പാണ്. നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ വന്നാൽ മതി. അവൻ നമ്മുടെ അവരുടെ റൂഹും വിടെ വരുന്നോർ. അവൻ നമ്മുടെ അവരുടെ റൂഹും വിടെ വരുന്നോർ. അവൻ നമ്മുടെ അവരുടെ റൂഹും വിടെ വരുന്നോർ. അടുത്ത വെള്ളിയാഴ്ച അവിടെ ബദരീങ്ങൾ വരും. ഞാൻ ബദരീങ്ങൾ വിളിച്ചിട്ടുണ്ട്. വരും. പേര് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. ഒക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട്. പേര് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ വെള്ളിയാഴ്ച രാവിലെ വരണം. അതിൽ പങ്കെടുത്ത ഒരാൾ നരകത്ത് കിടക്കാൻ പാടില്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതൊക്കെ പറഞ്ഞു വിളിച്ചാ വന്നാളി. അത് വന്നോളി. വെള്ളിയാഴ്ച രാവിലെ വന്നോളി. ഇവിടെ ഇതിൽ പങ്കെടുക്കുന്ന ഒരാൾ നരകത്ത് കിടക്കരുത് നബിയെ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ ഉമ്മത്താക്കി തരുന്നുണ്ട്. ഉമ്മത്ത് ആയാൽ എന്താ നരകം ഉണ്ടാവില്ല, ഉറപ്പാണ്. അപ്പൊ ഡൗട്ട് എന്തേ ഉള്ളൂ, ഞാൻ നബിയുടെ ഉമ്മത്ത് ആണോ? നബിയുടെ ഉമ്മത്തിനെ അള്ളാഹു നരകത്തിന് പൂർണ്ണമായി ഒഴിവാക്കി കൊടുക്കാം എന്ന് അള്ളാഹു സമ്മതിച്ച ദിവസമാണ് ഇന്ന് നമ്മൾ ബറാത്ത് നടത്തുന്നത്. അല്ല, നമ്മൾ നാലാൾ വേർക്കലല്ല. നബിൻ്റെ ഉമ്മത്തിനെ അള്ളാഹു നരകത്തിന് ഒഴിവാക്കി കൊടുത്തത് ഷഅബാൻ 15-ാം രാവിനാണ്. അതാണ് എന്ത്? ബറാഅത്ത്. അപ്പൊ നമ്മൾ ആരായാ മതി? പറയാ ആരായാ മതി? ഉമ്മത്തായ മതി. അല്ലാഹുമ്മ ജഅൽനാ മിൻ ഉമ്മത്തി റസൂലില്ലാഹ്, അല്ലാഹുമ്മ ജഅൽനാ മിൻ ഉമ്മത്തി റസൂലില്ലാഹ്, അല്ലാഹുമ്മ ജഅൽനാ മിൻ ഉമ്മത്തി റസൂലില്ലാഹ്. അപ്പൊ നോക്കി, ഇനി തിരിച്ചു വരി. അവസാനിപ്പിക്കാൻ നീട്ടൂല. തിരിച്ചു 40 എത്ര? 5 44. قالي قالي حبي وهو مبرز بأن المجلي في محبات أحمدي لذلك أقلي في الوجود بأسره قال بالأملاك وإرام فندي. നമുക്ക് റേഞ്ച് വിട്ടോർത്താനാ. ലിദാലിക, ഞാൻ മേലെയായ ആളാണെന്ന് ഉള്ളത് കൊണ്ടാണ് അക്ലി എനിക്ക് വിധിക്കാൻ കഴിയുന്നത് ഫിൽ ഉജൂദി, ഏതൊരു വസ്തുവിലും ബിഅസ്രിഹി, സർവസ്തിലും. സർവവും ഞാൻ വിചാരിച്ചതുപോലെയാവും. ഞാൻ പൊന്നാണെന്നാണ് പൊന്നാവും, ഞാൻ കല്ലാണെന്നാണ് കല്ലാവും. ഖലാ അദബിൽ അംലാക്കി, അംലാക്കിന്റെ ഉടമക്കാരനായ റബ്ബിന്റെ ഖലാഇന്റെ താഴെ ഞാൻ വിധിക്കും. എനിക്ക് വിധിക്കാൻ അധികാരം അള്ളാഹ് തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ വിധിച്ചാൽ വിധിച്ച പോലെയാവും. വൈറ മുഫന്നദീൻ, കളവാക്കപ്പെടാത്ത നിലയിൽ ഞാൻ ഒരിക്കലും ഇതെന്നോണ പറയല്ല. ഞാൻ അവരൊരു വസ്തുവെ നന്നായി നോക്കുകയിൽ ആ വസ്തു അങ്ങനെയാവുന്ന മൊയ്തിമാരിലുണ്ട്. ഒരു വസ്തുവിനെ അവരെ നന്നായി നോക്കി ആ വസ്തു അങ്ങനെയാവും. എന്റെ തസ്റൂഫിന് അധികാരം അവർക്ക് അള്ളാഹു കൊടുക്കും. മനസ്സിലായി? എൻ്റെ വാപ്പ പറഞ്ഞൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. തങ്ങൾ പാപ്പാൻ ഒരു സയ്യിദ്, വലിയ സയ്യിദും വലിയൊക്കെ ഒരു മഹാൻ. അങ്ങനെ നിങ്ങൾ ട്രോൾ ഉണ്ടാക്കണം കേട്ടോ, നിങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കരുതേ. എത്രയും നല്ലൊരു അവസരം കിട്ടി, നിങ്ങൾ ട്രോൾ ഉണ്ടാക്കാതിരിക്കരുത് കേട്ടാ. എല്ലാവരോടും പറയണേ, ട്രോൾ ഉണ്ടാക്കണേ. പിന്നെ എൻ്റെ വാപ്പ എന്നോട് പറഞ്ഞൊരു സംഭവമാണ്. അന്ന് വാപ്പ പേരും പറഞ്ഞു, ഇപ്പം അതൊന്നും എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഒരു വലിയ ഒരു സയ്യിദ്, ആ സയ്യിദിനോട് ആൺകുട്ടിയാകാൻ വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞു. ദ്വാരന്നു. പ്രസവം കഴിഞ്ഞപ്പോൾ പിന്നെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പറഞ്ഞു, വേറ്റാട്ടി വന്നാണ് പറഞ്ഞു പെൺകുട്ടിയാണ്. അപ്പോൾ പെൺകുട്ടിയാണെന്ന് അറിഞ്ഞപ്പോൾ ഇദ്ദേഹം നേരെ തങ്ങളടുത്തേക്ക് ഓടി. തങ്ങളെ ആൺകുട്ടിയാണെന്നല്ല ഞാൻ തങ്ങളോട് ദ്വാരക്കാൻ പറഞ്ഞ്
പെൺകുട്ടിയാണ്. അപ്പൊ പറഞ്ഞു, തങ്ങൾ പറഞ്ഞു, അതെനക്ക് അത് നോക്കിയവർക്ക് പേശലേഖ, അത് ആൺകുട്ടി തന്നെ, ഒന്നും കൂടി നോക്കാൻ പറയാം. അല്ല, ധൃതിയിൽ നോക്കിയപ്പോൾ അങ്ങനെ തോന്നിയതായിരിക്കും അത് ആൺകുട്ടി തന്നെ കേട്ടോ പറഞ്ഞു. തിരിച്ചു വന്നു, തുണിയിട്ട് കടത്തിയ കുട്ടീനെ പൊക്കി നോക്കുമ്പോൾ ആൺകുട്ടി. അതെന്ത് കണ്ടതാണ്? അവരൊരു വസ്തുവിനെ നന്നായി നോക്കുകയിൽ അങ്ങനെ അള്ളാഹ് വിധിക്കും. നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമല്ല, അള്ളാഹിൻ്റെ ഔലിയാക്കന്മാർ അങ്ങനെയാണ്. അതാണ് മുഹമ്മദിയത്തിൻ്റെ കമാലിയത്ത്. അല്ലെങ്കിൽ പിന്നെ അത് തജ്ജു ഞാനും മറ്റോനും രാമനും രായനും അവർ ആൺകുട്ടിയും തോമസും ഒക്കെ ഒരുപോലെയാണെങ്കിൽ, ഔലിയപ്പാപ്പയും തോമസും ജേക്കബും ഗോപാലനും ഒരുപോലെയാണെങ്കിൽ പിന്നെ ഔലിയാക്കൾക്ക് എന്ത് വിലയുള്ളു? മുക്കത്തൊരു തറവാട്ടിലെ എന്നോട് മുക്കത്തുകാർ പറഞ്ഞ സംഭവമാണ്. മുക്കത്തൊരു തറവാട്ടിൽ ഒരു പെണ്ണിനെ ആണിനെ കൊണ്ട് ഒരാളെ കൊണ്ട് കെട്ടിച്ചതിന് ശേഷം ഒരുപാട് കാലം 6 കൊല്ലം പള്ളിയിലുണ്ടായില്ല. ഗർഭമില്ലാതെ വന്നപ്പോൾ ആ കുടുംബത്തിന് വിഷമായി. ഈ പെണ്ണിനെ ഒഴിവാക്കണമെന്ന് ഭർത്തൃ വീട്ടിൽ 2 വലിയ തറവാട്ടിലാണ്. ആ പെണ്ണിനെ ഒഴിവാക്കി വേറെ കെട്ടണമെന്നൊരു ചിന്ത വന്നു. അപ്പോൾ ഇവർ CM അടുത്ത് ചെന്നപ്പോൾ CM പറഞ്ഞു, പിന്നെ ഞാനവിടെ വരാം, അതൊക്കെ ഉണ്ടാക്കിക്കൊള്ളുന്ന കുട്ടികളായതും ബേജാറാണ്ട, ഞാനവിടെ വരാറ്. ഒരു ദിവസം CM വന്നു. വന്ന ഉടനെ തന്നെ CM പറഞ്ഞു, എനിക്ക് നെയ്ച്ചോറും ഇറച്ചിയും വേണമെന്ന് പറഞ്ഞു. നെയ്ച്ചോറും ഇറച്ചിയൊക്കെ ഉണ്ടാക്കി, അങ്ങനെ കറി ഒഴിച്ചു. ഇതൊക്കെ അനുഭവ സാക്ഷികൾ എന്നോട് പറഞ്ഞ സംഭവമാണ്. അനുഭവ സാക്ഷികൾ. ഇറച്ചി ചോറിലേക്ക് ഒഴിച്ചു, ഉരുട്ടി കുഴച്ച ചോറിൻ്റെ ഉരുള പിടിച്ച് CM ചോദിച്ചു, ആ പെണ്ണെവിടെ വരാൻ പറയുന്നു? പെണ്ണ് വന്നു. പെണ്ണിൻ്റെ വായിലേക്ക് ചോറ് വെച്ചു കൊടുത്തു. 10 ആൺകുട്ടികൾ ഉണ്ടാവുന്നു. പെൺകുട്ടികൾ ഉണ്ടാകുന്നല്ല, 10 എണ്ണാണ് ഞാൻ വിധിക്കുന്നത്. 10 ആൺകുട്ടികൾ ഉണ്ടാവും, പെൺകുട്ടികൾ ഉണ്ടാവില്ല. പക്ഷെ ആ ആൺകുട്ടികളൊക്കെ വലിയതാവുമ്പോൾ നല്ല തറവാട്ടിൽ നിന്ന് പെണ്ണ് കിട്ടിയിട്ട് 10 പെൺകുട്ടികളും ഉണ്ടാവും. അപ്പൊ എനിക്ക് ആണും 10ആയി പെണ്ണും 10ആയി, അതിൻ്റെ അപ്പുറം ആഗ്രഹിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. CM എണീറ്റ് വന്നു. പറഞ്ഞതുപോലെ കൊല്ലം ഈ പെണ്ണ് പ്രസവിച്ചു, 10 ആൺകുട്ടികളുണ്ടായി. തസറുഫിന് അധികാരമാണ്. നിങ്ങൾക്ക് സൗകര്യം വിശ്വസിച്ചാൽ മതി. റസൂല പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ, ആമൻതു ബിഹി അന അബൂബക്കറിൻ ഉമറു വമാ ഹുമാ സമ്മ. എനിക്ക് തുറപ്പാണ്, എൻ്റെ CM അതിൻ്റെ ഒക്കെ വലിയ ആളാണ്. CM ഒന്നൊരു വിഷയമല്ല. CM ഒരു ധാരണ കേട്ടോ, ഔലിയാക്കന്മാരുടെ കൂട്ടത്തിലെ ഒരു ചെറിയ ആൾ മാത്രമാണ് CM. CM ഒക്കെ ചെറിയ ആളാണ്, അതിനൊക്കെ വലിയ എത്രയോ ആളുകളുണ്ട്. CM എന്നത് കഴിയുമെങ്കിൽ വേറൊരു അവസ്ഥ ഉണ്ട്. നമ്മളെ സമാന്റെ മൈദി ഷേഖാണ് CM, പക്ഷെ എൻ്റെ അപ്പുറത്ത് എത്രയോ ഉണ്ട്. പക്ഷെ അവർക്കതിന് അധികാരമുണ്ട്, തസറുഫിന്റെ അധികാരം. ഞാൻ എന്ത് പറഞ്ഞ് വിധിച്ചാലും അങ്ങനെ നടക്കും. ഞാൻ എന്ത് ചെയ്തു? ഞാൻ മുത്തുനബി ലയിച്ച ആളാണ്. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും അത് നടക്കും. എന്തൊക്കെ നടക്കും. നേരത്തെ ഒരു വരി കഴിഞ്ഞു വെച്ചിട്ടുണ്ട്. എന്ത് تولى رسول الله أمري فلم يزل يساعدني دهري فصرت ممجدا. تولى رسول الله أمري, എൻ്റെ കാര്യം റസൂൽ ഏറ്റെടുത്തിട്ടുണ്ട്. ഫലം യസൽ യുസാഇദുനി, നബി എന്നെ സഹായിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഫസിർതു മുമജ്ജദൻ, ഞാൻ അപ്പോൾ വളർമയാക്കപ്പെട്ടവനാക്കപ്പെട്ടു. ഞാനായി വളർമയാക്കപ്പെട്ടവനായി. ഞാൻ മുമജ്ജദാണ്, എനിക്ക് നല്ല വളർമുണ്ട്. ഞാൻ എന്ത് പറഞ്ഞാലും നടക്കും. അതിന്റെ മറ്റൊരു വാക്കാണ് ഈ പറഞ്ഞത്. ും ഞാൻ വിധിക്കും. അതെന്താണെന്ന് ഞാൻ വിചാരിച്ചാൽ അങ്ങനെ ഉണ്ടാവും. മനസ്സിലാവണില്ലേ? ലിദാലിക, അത് അങ്ങനെ ആയതിനാൽ, എങ്ങനെ ആയതിനാൽ, ഞാൻ നബിയെ പറയുന്നതിൽ ഏറ്റവും വിജയിച്ചവൻ ആയതിനാൽ അഖ്ലി, ഞാൻ വിധിക്കും. ഫിൽ വുജൂദി, ഏത് വസ്തുവിലും, ബി അസ്രിഹി, അതിൻ്റെ കാര്യം പൂർണ്ണമായി ഏത് കാര്യത്തിലും എനിക്ക് വിധിക്കാൻ കഴിയും. ഖലാ ദബിൽ അംലാക്കി, ദബുൽ അംലാക്കായ മലക്കുകളുടെ ഉടമക്കാരനായ റബ്ബിന്റെ വിധിയുടെ താഴെ ഞാൻ വിധിക്കും. ഞാൻ എന്താണോ വിധിച്ചത് അത് റബ്ബ് വിധിക്കും. ഞാൻ വിധിച്ചത് റബ്ബിന്റെ വിധിയായി മാറും. ഞാൻ എന്താ പറയാ, റബ്ബ് നടക്കും. ഫകുന്തു സമഅഹു അല്ലദീ യസ്മഉ ബിഹി വബസറഹു അല്ലദീ യബ്സുറു ബിഹി എന്ന് പറഞ്ഞില്ലേ, ആ ആൾ കേൾക്കുന്ന ചെവി ഞാനാവും, ആ ആൾ കാണുന്ന കണ്ണ് ഞാനാവും, പിടിക്കുന്ന കൈ ഞാനാവും. ലൗ അഖ്സമ അലല്ലാഹി ലാ അബറ, ഒരു കാര്യം അവരാണ് പറഞ്ഞ അള്ളാഹ് നടപ്പിലാക്കി കൊടുത്തു. പെൺകുട്ടിനെ അള്ളാഹു തആല, പിന്നെ അള്ളാഹു തആല ആദ്യം തന്നെ പെൺകുട്ടിനെ ആൺകുട്ടിനെ പഠിച്ചാൽ പോരായിരുന്നു. ആൺകുട്ടിനെ പഠിച്ചാൽ
ആൺകുട്ടിനെ പഠിച്ച ഒരു ദ്വാൻ്റെ ഇജാബത്തേ ഉള്ളൂ, കറാമത്ത് കാണൂലല്ലോ. അത് അതിപ്പോ നമ്മളവിടുത്തെ മൂല്യം അങ്ങനെ തന്നെയാണ്. നമ്മളവിടുത്തെ സയ്യിദിനോട് പറഞ്ഞിട്ടാണ് ആൺകുട്ടി ഉണ്ടായത് എന്ന് പറഞ്ഞപ്പോൾ അവിടെ 10 ആൾ പറയാനുണ്ടാവും. അതിപ്പോൾ നമ്മളെ മൂല്യം പറഞ്ഞപ്പോഴും എന്നോട് ദ്വാരക്കാൻ പറഞ്ഞപ്പോഴും വെള്ളിയാഴ്ച ദ്വാരന്നു ആൺകുട്ടി ഉണ്ടായി. അപ്പോൾ മീസത്തില്ല. അപ്പൊ സയ്യിദായ ഈ വലിയന്റെ കറാമത്ത് കാണിക്കണമെങ്കിൽ ആദ്യം ആരായി വരണം? മനസ്സിലായില്ല. ഒരു വാദപ്രതിവാദത്തിൽ ഒരു വഹാബി ഒരു സുന്നിയായ പണ്ഡിതനോട് ചോദിച്ചു, ഗുരുവേരെ മക്ബറന്റെ അരികിൽ തീവണ്ടിക്ക് കുറ്റിത്തറച്ചോന്റെ കുതിരനെ കൊന്നോവർ എന്ന് പറഞ്ഞത് തെറ്റല്ലേ മൂല്യരെ? സായിപ്പ് മക്ബറ പൊളിച്ചിട്ട് അവിടെ തീവണ്ടിപ്പാളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്ഥലം അക്വയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ സായിപ്പ് വന്നിട്ട് എന്ത് ചെയ്തു? മരത്തുമേൽ കുതിരയെ കെട്ടി സ്ഥലം അളക്കണതിൻ്റെ ഇടയിൽ കുതിര പെടഞ്ഞ് ചത്തു. ഗുരുവേരെ മക്ബറന്റെ അരികിൽ തീവണ്ടിക്ക് കുറ്റി തറച്ചോന്റെ കുതിരേനെ കൊന്നോറ്. മഞ്ഞക്കുളം മാലയ ഹുസൈനാർ തങ്ങളെ കറാമത്ത. അപ്പം വാദപ്രതിവാദിയാജിൽ മൗലവിയോ ചോദിച്ചു, വഹാബി മൗലവി ചോദിച്ചു, അല്ല മൗലിയരെ, നിങ്ങൾ ഔലിയപ്പാപ്പാക്ക് സാധുക്കളെ കൊല്ലുന്ന പണിയാണോ, എന്തിനാ കുതിരനെ കൊന്നത് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, കുതിരനെ കൊല്ലാതെ സായിപ്പിനെയാണ് കൊന്നത് എങ്കിൽ പിന്നെ അന്നെപ്പോലത്തെ ഒരു കുതിരല്ലേ അവിടെ ബാക്കിയുള്ളൂ. എന്തിനാണ് ഈ കറാമത്ത് കാട്ടിയത്? മനസ്സിലാക്കാൻ കുതിരക്ക് കഴിച്ചൂലല്ലോ. അതല്ലേ സത്യം, അതല്ലേ സത്യം. കുതിര ചത്തപ്പോ സായിപ്പ് ശ്രമോപേക്ഷിച്ചു പോയി. ആദ്യം പറ്റൂല, തീയാണ് പോയി. പലരും പറഞ്ഞിട്ടുണ്ട് തീയാണിട്ടോ കളിക്കണ്ട, അതൊന്നും സായിപ്പ് വില വെച്ചില്ല. സായിപ്പ് കുറ്റിയടിക്കാൻ വന്നതാണ്, സായിപ്പിനെ കുതിരൻ എത്തു. അപ്പൊ സായിപ്പിന് മനസ്സിലായി, സായിപ്പ് പോവുകയും ചെയ്തു. അതാ പറഞ്ഞത്, സായിപ്പിനെയാണ് കൊന്നിരുന്നെങ്കിൽ പിന്നെ അത് എന്തിനാണ് ഈ കറാമത്ത് കാട്ടിയെന്ന് മനസ്സിലാക്കാൻ അന്നെപ്പോലത്തെ ഒരു കുതിരയല്ലേ അവിടെ ബാക്കിയുള്ളത്. സത്യല്ലേ എന്ന് പറഞ്ഞ തരട്ടെ. അപ്പൊ എന്താ ഞാൻ എന്ത് വിധിച്ചാൽ അതവിടെ വിദ്യയാവും, അത് അള്ളാന്റെ വിദ്യയാവും. ഞാൻ വിധിച്ചത് റബ്ബുൽ-അംലാക്കായ റബ്ബിന്റെ വിധിയായി മാറും. ഒരാൾക്കും കളവാക്കപ്പെടാത്ത നിലയിൽ ഒരാൾക്കും എന്നെ കളവാക്കാൻ കഴിയില്ല. ഞാൻ എന്താ പറഞ്ഞത് അങ്ങനെ കാണിച്ചു കൊടുക്കും. അത് ഔലിയാക്കന്മാരൊക്കെ അങ്ങനെ. ഞങ്ങളോട് പറഞ്ഞു രാത്രി 9 മണിക്ക് പിന്നെ വെളിയംകുടുംബ കാളി മാസം കാണിച്ച സംഭവം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തുകൊണ്ട് നാട്ടിൽ തർക്കിച്ചു, കാളിയേരി മാസം കാണാതെ ഉറപ്പിച്ചു, ആരെ പറഞ്ഞു ഉറപ്പിച്ചു പറഞ്ഞു. അത് പിന്നെ അത് വർത്താനായപ്പോൾ കാളിയേരി എന്ത് പറഞ്ഞു, ആയിക്കോട്ടെ മാസം കണ്ടാൽ നാളെ പെരുന്നാളല്ലേ ചോദിച്ചു. എന്നാ പോയിരുന്നാറു കടപ്പുറത്തേക്ക് രാത്രി ഈശ നിസ്കാരം കഴിഞ്ഞ് കൂട്ടിക്കൊണ്ടേ അതാ കിടാറ് മാസം കണ്ടു. ഇതൊക്കെ വരില്ല, തസറുഫിന്റെ അധികാരമാണ്. മാസം എപ്പോഴും മറിഞ്ഞിട്ടുണ്ടാവും, മനസ്സിലായില്ലേ? ചിലപ്പോൾ മാസം കണ്ടും വരെ അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. ഇത് തസറുഫിന്റെ അധികാരമാണ്. ആര് കൊടുക്കുക? അള്ളാഹുവിന് അടിമക്ക് കൊടുക്കും. അത് മുഹമ്മദിൽ വീണ് പോയതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നാഫിയ ഇൽമിനെ തരട്ടെ. അങ്ങനെയുള്ളവർക്കൊക്കെ അധികാരം ഉണ്ടാവും, എല്ലാ അധികാരം ഉണ്ടാവും, എല്ലാം അധികാരം ഉണ്ടാവും. ചിന്തിക്കും. അതാ അങ്ങനെയാണ്. അത് അമ്മൂരി പറഞ്ഞാലൊക്കെ അധികാരം ഉണ്ടാവും. അവർ അങ്ങനത്തെ ആളുകളായിരിക്കും. فللت شبات المعتدين وطالما وحديد أذهان لإدراك مقصدي فللت ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് ശബാത്തൽ മുഅ്തദീന ശത്രുത വെച്ച് നടക്കുന്നവരുടെ അവരുടെ ആയുധങ്ങളുടെ മുനകളെയെല്ലാം. അള്ളാഹുവിനോടും റസൂലിനോടും ആരൊക്കെ ശത്രുത വെച്ച് നടക്കുന്നുണ്ടോ അവരുടെ വാളിന്റെ മൂർച്ചയുടെ മുനയൊക്കെ ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. അഹ്ലുസുന്നയോട് ശത്രുത വെച്ച് നടക്കുന്നവർ അങ്ങനെയൊക്കെ അർത്ഥം വെക്കാം. അഹ്ലുസുന്ന ലോകത്ത് നിന്ന് നേരെ ഒരു കൗണ്ട് ഡൗണിൻ്റെ സമയത്താണ്. എന്താ കാരണം? ഒരു മതത്തെ പൂർത്തിയാക്കുക എന്ന് പറഞ്ഞാൽ ഇലാഹിയായ ബന്ധം കൊണ്ടാണ്. നിങ്ങൾ ഇതിൻ്റെ കൂടെ ഇരിക്കണമെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ബൈത്തിൽ നിന്ന് തീരൂല. ഒന്ന് ഉഷാറായിരുന്നാൽ പറഞ്ഞുതരാം. പടച്ചോനെ ആരും കണ്ടിട്ടില്ല. പടച്ചോന്റെ ആളുകളായി ജനങ്ങളെ മുന്നിൽ പറയാം. ആര്? അമ്പിയാക്കളും പിന്നെ ഉലമാക്കളും. ഉലമാക്കൾ എന്ന ഔലിയാക്കൾ. അപ്പൊ അവർ പറയുമ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പടച്ചോനെ അവർ കണ്ടിട്ടില്ല. എല്ലാ അത്ഭുതങ്ങളും കാണിക്കാൻ കഴിയുന്നവനാണ് ആര്? പടച്ചോൻ. ആര്? പടച്ചോൻ. ആ പടച്ചോനെ ഇവർ കണ്ടിട്ടില്ല. അപ്പോൾ അവരുദ്ദേശിക്കുന്ന കാര്യം ഈ നബി നടപ്പിലാക്കി കൊടുക്കുമ്പോൾ അവർക്ക് വിശ്വാസം വരും. ആരിൽ? ആ പടച്ചോനിൽ. അല്ലാത്ത ഒന്നുമല്ല മത്സത്ത്. മനസ്സിലായില്ലേ? അതങ്ങനെ തന്നെ ഉലമാ തുടർന്നു. കാലം
അപ്പോ ആദ്യകാലത്തെ ഉലമാകളെല്ലാം ആരായിരുന്നു? ഔലിയാക്കൾ. അപ്പൊ ഒരാൾക്കും മറുപടി അറിയാൻ കഴിയില്ല. മറുപടിക്ക് തിരിച്ചു മറുപടി അറിയാം, മറുപടി തീരൂല, വാദപ്രതിവാദം അവസാനിക്കൂല. പിന്നെ 10 മണിക്ക് ബെല്ലടിക്കുന്നോണ്ട് എല്ലാവരും നിർത്തി പോവുകയാണ്. വാദപ്രതിവാദം അവസാനിക്കില്ല, കറാമത്തിൽ അപ്പം അവസാനിക്കും, അപ്പം തീരും, മുഴസത്തിൽ അപ്പം തീരും. മുട്ടാളന്മാരെ ഒഴിവാക്കാം, ഓനെ വേസ്റ്റ് തട്ട, നല്ല മനസ്സുള്ളവരെ അപ്പ കിലിമില്ലും. അതാണ് ചന്ദ്രനെ പിളർത്തിയത്. ചന്ദ്രനെ പിളർത്തേണ്ടത് ചന്ദ്രന്റെ ഖാലിഖാണ്. അപ്പൊ ഖാലിഖിനെ ആരും കണ്ടിട്ടില്ല. ഖാലിഖിന്റെ പ്രതിനിധിക്ക് പിളർത്താൻ കഴിയുമെങ്കിൽ ആ റബ്ബിന്റെ പ്രതിനിധിയും ജനങ്ങൾ അംഗീകരിക്കും. നടത്താത്തൊരു കാര്യം ഉണ്ടാവില്ല. ഈ കാലഘട്ടത്തിൽ എതിരാളികളെ പോലെ അനുകൂലികളും ഒരൊറ്റ വാക്കിൽ നിന്നു. ഒരു മൗലവി പറഞ്ഞപ്പോ ഒരു മൗലവി മറുപടി പറഞ്ഞു. അപ്പൊ അതിന് മൗലവി വീണ്ടും മറുപടി പറഞ്ഞു, പിന്നെ മറുപടി പറഞ്ഞു, പിന്നെ ഇത് തീരൂല. അതേ സമയത്ത് അത് കറാമത്തിലൂടെ വെളിവാക്കി കൊടുക്കാൻ ആർക്ക് കഴിഞ്ഞു? പഴയ കാലത്തെ ഔലിയ അതിന് കഴിഞ്ഞപ്പോൾ വാദപ്രകാരം ഉണ്ടായിട്ടില്ല. ജനം ഈമാനിലേക്ക് മടങ്ങി. ഇന്ന് മൂല്യന്മാരുടെ കയ്യിൽ എന്തേ ഉള്ളൂ? വയലുകൊണ്ട് ഒരു മനുഷ്യൻ നന്നാവില്ല, മൈക്കക്കാരന് പൈസ കിട്ടും, അത്രേ ഉള്ളൂ. വയലുകൊണ്ടുള്ള കാര്യം എന്താണെന്നറിയാം? പള്ളി പൊളിച്ചുണ്ടാക്കാം. നല്ല വയലിന് ഇങ്ങനെ തെർമോമീറ്ററൊക്കെ പൊങ്ങി നിൽക്കുന്ന സമയത്ത്, നല്ല ചൂട് കയറി നിൽക്കുന്ന സമയത്ത് അങ്ങോട്ട് പറഞ്ഞാൽ ജനങ്ങൾ അപ്പടി പറയും 1 ലക്ഷം 1 ലക്ഷം 1 ലക്ഷം. ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ കഥയൊക്കെ പറഞ്ഞാൽ പള്ളി നന്നാക്കാം. അതന്നെ, അല്ലാതെ മനസ്സിലായില്ല. അമ്പിയാക്കൾ പറഞ്ഞത് കാട്ടിക്കൊടുത്തു. ഇപ്പം കടൽ പിളർത്താൻ പോയ ആളല്ല സയ്യിദുനാ മൂസ. സൂയസ് മുനമ്പും ചുറ്റിയിട്ട് സിനായ് മരുഭൂമിയിലേക്ക് കയറണം. പക്ഷെ മുന്നിൽപ്പെട്ട ആളുകൾക്ക് ധൃതി. അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ, ചെങ്കടൽ അപ്പുറത്തേക്ക് കയറിയാൽ, സീനായ് മരുഭൂമിയിലേക്ക് കയറിയാൽ ഫിറൗന് അവിടെ അധികാരമല്ല. അപ്പൊ ഇവർക്ക് രക്ഷപ്പെടാം. അപ്പൊ ഇവർ മുന്നിൽ ഓടി. ഏറ്റവും ബാക്കിലാണ് ആര്? മൂസ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. അതിന്റെ നേരെ ബാക്കിൽ ആരുണ്ട്? ഫിറൗനും പട്ടാളമുണ്ട്. അപ്പൊ അവര് ഒരാളെ അവിടെ തൊടാൻ പാടില്ല. മൂസാ നബിനെ വിശ്വസിച്ച് പോണ ജനങ്ങളാണ്. നിങ്ങൾ വലിയ നിന്ന് പോകുന്ന പരിപാടി അമ്പിയാക്കൾക്കില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? മനുഷ്യൻ അങ്ങനെയാണ്. വിഭജനമുണ്ടായപ്പോൾ സാധാരണ ജനങ്ങളൊക്കെ നടന്നുപോയി. ഒരു നല്ല ശതമാനം മരിച്ചു, തല്ല് കിട്ടി മരിച്ചു, പനിയിൽ മരിച്ചു. അതേസമയത്ത് നേതാക്കന്മാരൊക്കെ ഫ്ലൈറ്റിലാണ് മരിച്ചു, ഇവർക്കൊന്നും പറ്റിയില്ല. അതൊക്കെ ചരിത്രമാണ്. നേതാക്കന്മാരെ പേര് പറഞ്ഞാൽ പിന്നെ അതിമൊരു പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ടാണ് പറയാത്തത്. അങ്ങനെയല്ല അമ്പിയാക്കന്മാർ. അമ്പിയാക്കള് ബാക്കിലാക്കുക. എന്തിനാ നിൽക്കുന്നത്? ജനങ്ങളെ സംരക്ഷിക്കാം. അവസാനം മുന്നിൽ പോയ ആളുകൾക്ക് വഴിതെറ്റി അവർ ചെങ്കടലിന്റെ മുന്നിൽ നിന്ന്. അപ്പോ ബാക്കിൽ ആരുണ്ട്? ഒരു ലേശം ബാക്കിലുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ കടല് കൂടിന് മുമ്പ് അവർ കടലിലിറങ്ങിയത്. നേരെ ബാക്കിലുണ്ട്. അപ്പൊ എന്തായി? ഇനി അവിടെ തിരിയാൻ നേരല്ല. അപ്പോൾ ഒരു ഒറ്റയടി കടലാണ് പിളർന്നു. കാരണം ജനങ്ങളെ രക്ഷപ്പെടുത്തി കൊടുക്കേണ്ട ആര് ഉത്തരവാദിത്തമാണ്? നബിയുടെ ഉത്തരവാദിത്തമാണ്. ആ ജനങ്ങൾക്ക് അന്തണ്ടെങ്കിൽ ആരെ വിശ്വസിക്കും? ഇത് നമ്മൾ പുളിങ്കൊമ്പല്ല, നല്ല ഒന്നാം നമ്മൾ തേക്കും കൊമ്പ് തന്നെയാണ് നമ്മൾ പിടിച്ചത്. ആർക്ക് മനസ്സിലാവും? ജനങ്ങൾക്ക് മനസ്സിലാവും. ആ നബിയെ വിടൂല. അതന്നെ മുൻസത്ത്, അതിനെ കറാമത്ത്. ആ നേരത്ത് അതൊന്നും നടക്കൂല. അത് അങ്ങനെയല്ലല്ലോ മറ്റല്ലല്ലോ മറിച്ചല്ലല്ലോ, വാദപ്രതിവാദത്തിന് സമയം കഴിയാനായി, നമുക്ക് വാള നോക്കാം. അതൊന്നും അവിടെ അല്ല. വാദപ്രതിവാദമല്ല. വാദപ്രതിവാദത്തിനാണ് അള്ളാഹ് ഏൽപ്പിക്കണമെങ്കിൽ ഹാറൂൻ നബീനെയാണ് ഏൽപ്പിക്കേണ്ടത്. വർത്താനം പറയൽ എൻ്റെ ഹാറൂനാണ് കഴിയുക. എനിക്ക് വർത്താനൊന്നല്ല, പുള്ളിയാ. എന്നെക്കാൾ വർത്താനം പറഞ്ഞ് ജയിക്കാൻ ആർക്കാണ് കഴിയുക? എന്നിട്ടും നേതാവാക്കിയതും ശരിയാക്കി കൊടുത്തതും ഹാറൂനല്ല. ആർക്കാണ്? മൂസാ നബിക്ക്. ഹാറൂൻ പറഞ്ഞാൽ ഒന്നും ജനങ്ങൾ കേൾക്കൂല. ജനങ്ങൾ പശുക്കുട്ടിക്ക് തവാഫ് ചെയ്യുമ്പോൾ ഹാറൂൻ അവിടെ ഉണ്ട്. മൂസാ നബി പാഞ്ഞ് എന്നിട്ട് തൗറാത്തും കൊണ്ട് വരുമ്പോൾ ഹാറൂൻ നോക്കി കുത്തിരിക്കൊണ്ട് ജനങ്ങൾ പശുക്കുട്ടിക്ക് തവാഫ് ചെയ്തു. ഒരൊറ്റപ്പെടും ഇവിടെ താടി എൻ്റെ കുട്ടിയെ എന്നെ വിട്, ഞാൻ പറഞ്ഞാൽ ജനങ്ങൾ കേൾക്കൂല. ഉമ്മാനെ പറഞ്ഞ എന്തിനാണെങ്കിലും ഉമ്മാന്റെ പേര് കേട്ട മൂസാ നബി വിടും. അതിലോട്ടാ മൂസാ നബി വന്നപ്പോഴും മൂസാ നബിക്ക് ഭയമൊന്നുമല്ല. മൂസാ നബി വന്ന പാഞ്ഞിട്ട് തടിയെടുത്തു. 70,000 ആളാ പശുക്കുട്ടിക്ക് തോഫീതിന് പാഞ്ഞിട്ട് എവിടെ പോയത് കണ്ടില്ല. ഒരൊറ്റ മൂസ വന്നപ്പോ 70,000 ആളാണ് പറഞ്ഞു. എന്തേ? ഒരിക്കറിയാം മൂസാന് മുന്നിലെത്തിയ വിവരം അറിയുന്നു. മനസ്സിലായോ? തന്നെ വാദപ്രതിവാദം ഒന്നിനും പരിഹാരമില്ല. ഇന്ന് പരിഹാരം വാദപ്രതിവാദങ്ങളാണ്. അത് ജയിക്കാനേ പോണില്ല ഒരിക്കലും. അത് കാളപൂട്ടുകൾ മാത്രമാണ്. വാദപ്രതിവാദം ഒരു ചുക്കുമല്ല.
പാദപ്ര നടത്തണ്ടെന്ന് പറയല്ല, നടത്താമെന്ന് പറയല്ല. അതൊക്കെ തമാശയാണ്. തൃശ്ശൂർ പൂരത്തിന് പോകുന്നത് പോലത്തെ ഒരു രസം കിട്ടും. അത്ര ആർക്കാണോ നീണ്ട നാവ് ഓന് ജയിക്കാം. നുണറിഞ്ഞാലും വേണ്ടില്ല, നീണ്ട നാവുള്ളവർക്ക് ജയിക്കാം. അസമൂല്യർ വരുന്നു പറഞ്ഞിരുന്നു. അസമൂല്യർ വന്നില്ല. തിരക്കുണ്ടോ മറ്റോ എന്തോ ബസ് കിട്ടാതെയോ വന്നില്ല. വാദപ്രദാസൻ വെല്ലുവിളിച്ചിരുന്നു ചേകനൂരിനിപ്പം ആരെങ്കിലും മൂല്യന്മാരുണ്ടോ, ആരെങ്കിലും മൂല്യന്മാരും വരാനുണ്ടോ ചോദിച്ച് പ്രസംഗിച്ചുകൊണ്ട് ഇരിക്കേന് ചേകനൂര്. അപ്പം എൻ്റെ ഉസ്താദ് കാപ്പിൽ മറുസിലാർ കയറിച്ചത്. പിന്നെ ആരും കയറിച്ചലാക്കാൻ പറ്റില്ല. അപ്പോൾ ഒറ്റ വാക്കിൽ തന്നെ ഉസ്താദിനെ ചേകനൂര് പൊട്ടിച്ചു. ഉസ്താദ് പൊട്ടും എന്തുകൊണ്ട് പൊട്ടും? ഈ മനുഷ്യന് മര്യാദയ്ക്ക് വർത്താനം പറയാൻ തന്നെ കഴിയില്ല. വലിയ ഇൽമുണ്ട്. വാദപ്രവാദത്തിന് ഇൽമല്ല വേണ്ട, കളകള വേണം. അത് ചേകനൂരിനുണ്ട്, ഈ സാധുവിനില്ല. ഉസ്താദ് പൊട്ടി. ചേകനൂരിന്റെ ആളുകൾ സുന്നികളെ കൂക്കിള പോയി. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായി തന്നെ. അതൊന്നും പൂർത്തീകരണമല്ല. വിജ്ഞാനി മനുഷ്യന്റെ പള്ളർച്ചുണ്ട്, പക്ഷെ പറയാൻ കഴിയില്ല. ചേകനൂരിനോ ചെന്നൈൻ്റെ എല്ലാം മറുമറിയും. അപ്പൊ ഇവിടെ ഞാൻ പറയാനുള്ള കാരണം എന്താന്ന് പറഞ്ഞാൽ, അംബിയാ മുഅ്സത്ത് കൊണ്ട് മുഅ്സത്തിനെ കണ്ടപ്പോൾ ജനങ്ങളാണ് അംഗീകരിച്ചു. ഔലിയാ കറാമത്ത് കണ്ടപ്പോൾ ജനം അംഗീകരിച്ചു. ഈ കാലഘട്ടത്തിൽ അതൊക്കെ മനുഷ്യർ കണ്ട് നഷ്ടപ്പെട്ടു. എല്ലാ ശത്രുക്കളുടെയും ആയുധങ്ങളെ മുനകൾ ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. എന്റെ മേൽ ഒരാൾ മൂക്കെടുക്കൂല. എന്തുകൊണ്ട്? അത് കറാമത്താണ്. ബാക്കി അടുത്ത ക്ലാസ് ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ബാക്കി അടുത്ത ക്ലാസ് അല്ലാഹു തൗഫീഖ് തരട്ടെ. എല്ലാവരും അത്ഭുതങ്ങളുടെ ഒരു ക്ലാസ്സാണ് അടുത്ത വെള്ളിയാഴ്ച രാവിലെ 313ാമത്തെ മജ്ലിസ്. അത് അദദുർ റുസുലാണ്, മുർസലീങ്ങളുടെ എണ്ണമാണ്. അത് വരണം. ഒരുപാട് സംഗതികൾ ഉണ്ട്, എല്ലാം കൂടി പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയൂല. പക്ഷെ ആര് വന്നാലും അയാൾ ലാഭക്കാരനാണ്. അയാൾ എവിടുന്ന് വന്നാലും ലാഭക്കാരനാണ്. ലണ്ടനിൽ നിന്ന് വന്നാലും സ്വിറ്റ്സർലാൻഡിൽ നിന്ന് വന്നാലും ഈ ക്ലാസ്സിന് വന്ന ഒരാൾക്കൊരു ഫضലുണ്ടാവും, അതിനൊരു പ്രത്യേകത ഉണ്ടാവും. യാതൊരു സംശയം വേണ്ട. ആ മജ്ലിസിൽ കുടുംബസമേതം വന്നിരിക്കണം. മക്കൾ കുട്ടികളൊക്കെ കൊണ്ടുവരണം. ആ മജ്ലിസിൽ പങ്കെടുത്തവർക്ക് വേണ്ടി ദുആ ചെയ്യും. അവർ ഇൻഷാ അല്ലാഹ് റബ്ബ് സഹായിച്ചാൽ ഹിസാബിൻ്റെ ദിവസം വിജയിക്കും. ഇൻഷാ അല്ലാഹ് തൗഫീഖ് തരട്ടെ. ഈ പരിപാടിയുടെ പിന്നിൽ അള്ളാഹുവിൻ്റെ വലിപ്പത്തരം ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുക എന്നതല്ലാത്ത ഒരു ലക്ഷ്യവും ഈ പരിപാടിക്കില്ല. ഇത് 313 തന്നെയാണ്. അപ്പം എല്ലാവരും വരണം, എല്ലാവരും വരണം. എത്ര പ്രയാസമാണെങ്കിലും ആ പരിപാടിക്ക് വരണം. എന്തൊക്കെ രോഗം, എന്തൊക്കെ ബുദ്ധിമുട്ട് എന്താണെങ്കിലും ആരോഗ്യ കൊണ്ട് മജ്ലിസിലൊന്ന് ഇരുത്തണം. ഞാൻ ഇൻഷാ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഞാൻ വെറുതെ പറയല്ല, എനിക്ക് ചില വിവരങ്ങളുണ്ട് നിങ്ങളോട് എനിക്ക് പറയാൻ പറ്റൂല, അതുകൊണ്ട് പറയാം. ചില ബിഷാറാത്തുകൾ ഉണ്ടാവും. ചിലപ്പോൾ ഉദാഹരണ സ്വപ്നം ഒരു ബിഷാറാത്താണ്, ഒരു ബിഷാറത്താണ്. എനിക്ക് പലതും ഉണ്ട് എന്ന് അറിഞ്ഞോളി, പലതുമുണ്ട് ഈ വിഷയത്തിൽ. യാതൊരു സംശയം വേണ്ട. അള്ളാഹിൻ്റെ കോടതിയിൽ വിജയിക്കും. അപ്പം 313 ക്ലാസ് അതെങ്ങനെയാണ് തായിബായി മരിക്കാൻ കഴിയുക? അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ ഖൽബ് മരിക്കൂല. എനിക്ക് ലക്ഷ്യമുണ്ട്. ഞാനും അത് ചോറ് തൊള്ളയിലിട്ട ആളുകൾക്ക് പോലും നിരീശ്വരവാദത്തിൽ പോകരുത് എന്നതിന് ഞാൻ ഇന്ന് നമ്മുടെ സമരം മുഴുവൻ നിരീശ്വരവാദത്തിനെതിരായിരിക്കണം. എന്തുകൊണ്ട്? നിരീശ്വരവാദം വ്യാപിച്ചു, ഭയങ്കര വ്യാപിച്ചു. അതിൻ്റെ പരിധി വിട്ടുപോയി. അങ്ങനെയാണ്. ലോകത്ത് 2050 ആകുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ മതം നിരീശ്വരവാദമായിരിക്കും. ലോകത്തെ ഏറ്റവും നിരീശ്വരവാദികളുള്ള രാജ്യം ഇന്ത്യയായിരിക്കും. ലോകത്തെ ഏറ്റവും നിരീശ്വരവാദികൾ എന്നാണ് സോഷ്യോളജിസ്റ്റുകളുടെ വീക്ഷണം. 2050 എന്നൊരു വർഷം ഉണ്ടാവുകയാണെങ്കിൽ, അന്ന് ഭൂമി ബാക്കി ഉണ്ടാവുകയാണെങ്കിൽ, ലോകത്തെ ഏറ്റവും കൂടുതൽ നിരീശ്വരവാദികൾ വസിക്കുന്ന രാജ്യം ഇന്ത്യയായിരിക്കും. അപ്പോൾ അതില്ലാതാകണം. അല്ലാഹു തആല നമ്മളെ കാക്കട്ടെ. അപ്പോൾ അതിന് നല്ല ഒരു മഹത്വമുണ്ട് ആ മജ്ലിസിന്. എല്ലാവരും വരണം, എല്ലാവരും മജ്ലിസിൽ വരണം. ആരും മജ്ലിസ് വന്നാലും അവർക്ക് നേട്ടമുണ്ടാവും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അതിൻ്റെ പ്രചാരകരാകണം. പോസ്റ്റർ അവനവൻ്റെ നാട്ടിൽ ഒട്ടിച്ചിട്ടില്ലെങ്കിൽ പോസ്റ്റർ ഇവിടുന്ന് വാങ്ങിക്കൊണ്ടുപോകണം. അപ്പോൾ പോസ്റ്റർ ഉണ്ട്, ഒരു 10 പോസ്റ്റർ നിങ്ങൾ കൊണ്ടുപോയി ഒട്ടിക്കണം. വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. എല്ലാവരും അതിന് വേണ്ടതൊക്കെ ചെയ്യണമെന്ന് എല്ലാവരോടും അപേക്ഷിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ വരണം. 6 മണിക്ക് ശേഷം ഒരു വാഹനം ഇങ്ങോട്ട് കയറ്റരുത് എന്നും അപേക്ഷിക്കുകയാണ്. 6 മണിക്ക് ശേഷം വാഹനം കയറ്റരുത്. 6 മണിക്ക് ശേഷം വാഹനം ഇങ്ങോട്ട് കയറ്റരുത്. 6 മണിക്ക് ശേഷം വാഹനം കയറ്റരുത്. നേരത്തെ കൊണ്ടുവരണം. 6 മണിക്ക് ശേഷം വാഹനം അവിടെ വളണ്ടിയർമാർ കാണിച്ചു തരും. വളണ്ടിയർമാർ പറഞ്ഞതിന് എല്ലാവരും വഴിപ്പെടണം. പറഞ്ഞ പോലെ എല്ലാവരും ചെയ്യണം. നേരത്തെ വരണം. തലേന്ന് പകൽ വരുന്ന ആളുകൾക്ക് ഇവിടെ ഭക്ഷണം ഉണ്ടാവും. അന്ന് രാത്രി അസ്മാഉൽ ഹുസ്ന ചൊല്ലി നമ്മൾ അസ്മാഉൽ ഹുസ്ന ചൊല്ലും, യാക്രം ബൈത്ത് ചൊല്ലും, അഷ്റഖ ബൈത്ത് ചൊല്ലും. പിന്നെ മദ്ഹ്, അള്ളാഹുവിനെയും റസൂലിനെയും മദ്ഹ് ചെയ്യുന്ന
ഗാനാലാപനങ്ങൾ ഉണ്ടാവും 10 മണി വരെ. 10 മണിക്ക് ഉറങ്ങും. തഹജ്ജുദ് മറ്റൊക്കെ സൗകര്യം ഇവിടെ ഉണ്ട്. വിശാലമായ പന്തൽ കിട്ടുന്നുണ്ട്. ഇന്ന് പന്തലിൻ്റെ കാൽനാട്ടിൽ നടക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീക്ക് തരട്ടെ. വ്യാഴാഴ്ച തന്നെ ഞങ്ങൾ വരിക. വെള്ളിയാഴ്ച പരിപാടി കഴിഞ്ഞ് പോയാൽ മതി. ഭക്ഷണം ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരില്ല. ഇവിടെ ഭക്ഷണം എല്ലാവർക്കും ഉണ്ടാവും. എത്ര ആൾ ഇവിടെ വന്നാലും ഇവിടെ ഭക്ഷണം ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അതെ, ചായ കൊടുക്കാനും പേക്കാക്കാനും പിന്നെ സുബഹി നിസ്കരിക്കാൻ എല്ലാവരും എത്തണം. ആ ചായ കൊടുക്കണോടത്ത് 2-3 സ്ഥലങ്ങളിൽ ചായ കൊടുക്കണം. പേക്കാക്കാൻ. അതെ 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 അതെ. വ്യാഴ്ച രാത്രി അസ്മാഉൽ ഹുസ്ന റാത്തീബ് മഗ്‌രിബിന് ശേഷം. മഗ്‌രിബ് നിസ്കരിച്ച അസ്മാഉൽ ഹുസ്ന റാത്തീബ്. പിന്നെ അതിനുശേഷം നമ്മൾ അശ്റഖ് ചെല്ലും, യാക്രമയത്ത് ചെല്ലും, ദുആ ചെയ്യും. പിന്നെ അപ്പോൾ 8 മണിയോടുകൂടെ ആ അമൽ അവസാനിക്കും. ദുആയോടുകൂടെ 8 ഭക്ഷണം ഉണ്ടാവും. 8 to 10 മദ്ഹ് ഗാനങ്ങളാണ്. അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും മദ്ഹ് ഗാനങ്ങൾ നല്ല പാട്ടുകാർ ഇവിടെ വന്ന് അവതരിപ്പിക്കും. നല്ലൊരു വിരുന്നായിരിക്കും. എല്ലാവരും വരണം. ഉച്ച മുതലേ ഇവിടെ ഭക്ഷണം ഉണ്ടാവും. വരുന്നവർ ഒന്ന് വന്നാൽ മതി. ഭക്ഷണം ഉണ്ടാവും. ഭക്ഷണത്തിനെ പറ്റി ബേജാറാകണ്ട. എല്ലാവരും അതിൻ്റെ പാക്കിങ്ങിനും മറ്റെല്ലാം കൂട്ടണം. രാവിലെ വരുന്നവർക്ക് ഒരു സുബഹി നിസ്കരിച്ചോ മറ്റോ പാഞ്ഞു വരുന്ന ആളുകളായിരിക്കും ഒരു ചായ കുടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ചായ സ്ഥിരമായി കൊടുക്കുന്നത് പോലെ ചായ കൊടുക്കണം. എല്ലാവരും സഹകരിക്കണം. എല്ലാവരും എൻ്റെ സ്വന്തം കാര്യം പോലെ ഒരു സഹകരിക്കണം. അവനാൻ്റെ സ്വന്തം കാര്യമായി മനസ്സിലാക്കണം. എല്ലാവരും സഹകരിക്കണം. 5 കിൻഡൽ കാരക്ക ഉണ്ട്. 5 കിൻഡൽ കാരക്ക, 5 കിൻഡൽ 100 പെട്ടി കാരക്ക, 5 കിൻഡൽ കാരക്ക ഉണ്ട്. 5 കിൻഡൽ കാരക്ക ഉണ്ട്. അത് പാക്കാക്കണം. ആ കാര്യം. പിന്നെ ഭക്ഷണം ഞങ്ങൾ പറഞ്ഞില്ല, 6000-ഓളം ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. ആ ഭക്ഷണം പാക്കാക്കണം. അതിനൊക്കെ സഹകരിച്ചു കൊടുക്കണം. എല്ലാവരും നമ്മുടെ സ്വന്തം കാര്യമായി എല്ലാവരും സഹകരിക്കണം. അല്ലാഹു തആല അതും വളരെ സൈലൻ്റായി ആ കാര്യങ്ങളൊക്കെ നിർവഹിക്കണം. സദസ്സിന് ഭംഗമുണ്ടാവാൻ പാടില്ല. വളണ്ടിയർമാരായി നിൽക്കേണ്ടവർ വളണ്ടിയർമാരായി നിൽക്കണം. ഒക്കെ എല്ലാവരും സഹകരിക്കണം. ഇത് നമ്മളൊരു പെരുന്നാളാണ്. അള്ളാഹിനെ പറ്റി പറയുന്നതിൻ്റെ 313-ാമത്തെ മജ്‌ലിസാണ്. ആ മജ്‌ലിസിന് ഒരാൾ അധ്വാനിച്ചാൽ പോലും വെറുതെ ആവില്ല. പൈസ തരാൻ കഴിയുന്നൊരു പൈസ തരണം. വലിയ ലക്ഷങ്ങൾ ചിലവാകും. കുറച്ചൊന്നുമല്ല, വലിയ ലക്ഷങ്ങൾ ചിലവാകും. വലിയ ലക്ഷങ്ങൾ ചിലവാകും. ലക്ഷങ്ങൾ കൊടുത്താണ്. കാരക്ക തന്നെ വാങ്ങിയത്. നല്ല കാരക്ക, നല്ല കാരക്ക, 1-ാം നമ്പർ കാരക്കയാണ് വാങ്ങിയിട്ടുള്ളത്. വെറുതെ കൊടുക്കാൻ എഴുതി മോശപ്പെട്ട കാരക്ക വാങ്ങിയിട്ടില്ല. ഏറ്റവും നല്ല കാരക്ക വാങ്ങിയിട്ടുണ്ട്. വലിയ വില കൊടുത്ത് വാങ്ങിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് റബ്ബിൻ്റെ സഹായത്താൽ നിങ്ങളെല്ലാവരും സഹകരിക്കണം. എല്ലാം നല്ല മെച്ചപ്പെട്ടതേ കൊടുക്കുള്ളൂ ഇൻഷാ അല്ലാഹ്. നിങ്ങളെല്ലാവരും സഹകരിക്കണം. പണം തരണം. ഞാമത്തുള്ളവർ പണം തരണം. 1 ലക്ഷം തരാമെന്നില്ല, 1 ലക്ഷം തരണം. 50,000 തരാം. അങ്ങനെ തരണം. എല്ലാവരും സഹകരിക്കണം. എല്ലാവരും ആത്മാർത്ഥമായി സഹകരിക്കണം. എല്ലാവരും അള്ളാഹുവിന് വേണ്ടി വജ്ഹിന് വേണ്ടി സഹായിക്കണം. അള്ളാഹു തആല സഹായിക്കട്ടെ. ബിസിനസ് ഫോറത്തിൻ്റെ ആളുകൾ, ഗ്രൂപ്പുകളിലൊക്കെ ഉള്ള ആളുകൾ എല്ലാവരും വലിയൊരു പൈസ ദാനം ചെയ്യണം. എന്നാലൊക്കെ കാര്യങ്ങൾ നടത്താൻ കഴിയുള്ളൂ. എല്ലാവരും ദാനം ചെയ്യണം. എല്ലാവരും ദാനം ചെയ്യണം. ഇപ്പം അവസാനം ബക്കറ്റ് ഇടാൻ വേണ്ടി പൈസയും കൊണ്ടുവരണം. ഒരു 1000 റുപ്യ ബക്കറ്റ് ഇടാൻ കഴിയുന്ന ഒരു 1000 റുപ്യ ഇടണം. 2000 ഇടാൻ കഴിയുന്ന അങ്ങനെ ഇടണം. വലിയ ഖൈർ അതിൻ്റെ പേരിൽ ഉണ്ടാവും. വേറെയും ചില ലക്ഷ്യങ്ങൾ ഇതിൻ്റെ പേരിൽ ഉണ്ട്. താനും വേറെയും എനിക്ക് ചില താല്പര്യങ്ങളുണ്ട്. ഇതിനൊരു ഓർമ്മ ഉണ്ടാകണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. മനസ്സറിഞ്ഞാമീൻ പറയും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒന്നും അനാവശ്യമായി കളയില്ല. നിങ്ങളൊരു പൈസ തന്ന അനാവശ്യമായി കളയില്ല. നിങ്ങൾ പിടിക്കണ്ട. ഒക്കെ കൃത്യമായിരിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു എല്ലാം റാഹത്താക്കി തരട്ടെ. നിങ്ങളൊക്കെ സഹകരിക്കണം ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. അല്ലാഹുവിൻ്റെ പൊരുത്തം നമുക്കെല്ലാവർക്കും തുറന്നു തരട്ടെ. ഇലാ ഹളറത്തിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من جنة الناس. ഇൻഷാ അല്ലാഹ് വേദിയിൽ സാത്താൻ്റെ നവലോകക്രമം എന്ന നമ്മുടെ പുതിയ പുസ്തകം പ്രകാശനം ചെയ്യപ്പെടുന്നുണ്ട്. വ്യാഴാഴ്ച തന്നെ പുസ്തകം ഇവിടെ എത്തും. വിൽപ്പന വ്യാഴാഴ്ച തന്നെ ആരംഭിക്കും ഇൻഷാ അല്ലാഹ്. എല്ലാ യുവതീവാക്കളും ആ പുസ്തകം വായിച്ചത് നിർബന്ധം. ലോകത്തെ നിലവിലെ ഘടനയെ പുണ്യ റസൂലിൻ്റെ ഹദീസുമായി ബന്ധിപ്പിക്കുന്ന തിരുദൂതർ 3-ാം ഭാഗം എന്നും മനസ്സിലുള്ള ഒരു പുസ്തകമാണത്. ലോകാവസാനത്തെക്കുറിച്ച് റസൂൽ പറഞ്ഞ കാര്യങ്ങൾ, നമ്മുടെ നേർക്കാഴ്ചകൾ, വലിയ പുസ്തകമാണ്. വളരെ പ്രധാനപ്പെട്ട പുസ്തകം. നിർബന്ധമായും ഇന്നത്തെ യുവതീവാക്കൾ
പുറത്തിറങ്ങുന്ന എൻ്റെ സാത്താൻ്റെ നവലോകക്രമം എന്ന പുസ്തകം വായിക്കണം. എല്ലാവരും വായിക്കണം. യുവതീ യുവാക്കൾ പ്രത്യേകിച്ച് വായിക്കണം. 8ാം ക്ലാസ്സിന് താഴെയുള്ള കുട്ടികൾ വായിക്കേണ്ടതില്ല. അവരോട് വായിക്കേണ്ടത് അവർ മുതിർന്നവർക്ക് എന്ന് മാത്രം അതിൽ പ്രത്യേകമായി വാണിംഗ് കൊടുത്തിട്ടുമുണ്ട്. 8ാം ക്ലാസ്സിന് താഴെയുള്ള കുട്ടികൾ വായിക്കേണ്ടതില്ല. അതേസമയം 8ന് മുകളിലുള്ള കുട്ടികൾ വായിക്കണം. 8ന് മുകളിലുള്ള കുട്ടികൾ നിർബന്ധ പുസ്തകം വായിക്കണം. നിർബന്ധമാണ്. എന്നാൽ മാത്രമേ എന്താണ് ഇനി നമ്മൾ എന്താണ് ഈ ലോകത്ത് ചെയ്യാനുള്ളത് എന്ന ഒരു തൗഫീഖാണ് പുസ്തകം. എൻ്റെ പുസ്തകങ്ങളെല്ലാം തൗഫീഖുകളാണ്. അങ്ങനെയാണ്. തിരുദൂതർ എന്ന പുസ്തകം എല്ലാ മുസ്ലിമും വായിക്കണം. അതെല്ലാ മുസ്ലിം വായിക്കണം. അതിന് സമാനമായ പുസ്തകം 1400 ചില്ലാനോ കൊല്ലത്തിനിടയിൽ ലോക മുസ്ലിങ്ങൾക്കിടയിൽ എൻ്റെ തിരുദൂതർ എന്ന പുസ്തകം പോലത്തെ ഒരു പുസ്തകം ഇറങ്ങിയിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. അതെന്താ അങ്ങനെ പറയുന്നത്? അതെനിക്ക് പറയാൻ കഴിയും. തിരുദൂതർ എന്ന പുസ്തകം എല്ലാവരും വായിക്കണം, നിർബന്ധമാണ്. അതും അവിടെ വിൽപ്പനക്കുണ്ടാവും. അത് എൻ്റെ പുസ്തകം വിൽക്കാൻ വേണ്ടി പറയല്ല. എനിക്കിതിലൊന്നുമില്ല. ഇത് വലിയ പണച്ചെലവുള്ള പുസ്തകമാണ്. ഒരാൾക്ക് വില കുറച്ച് കൊടുക്കാൻ പോലും കഴിയില്ല. ഭയങ്കര പണച്ചെലവുള്ള പുസ്തകമാണ്. അനിഷേധ്യമായ പുസ്തകമാണ്. ആ പുസ്തകത്തിലെ ഒരു വരി ഒരാൾക്ക് നിഷേധിക്കാൻ കഴിയില്ല. അങ്ങനെ തെളിവ് കൊണ്ട് സമർത്ഥിച്ചിട്ടുണ്ട് സാത്താൻ്റെ നവലോകക്രമം. അതേപോലെ തിരുദൂതർ എന്ന പുസ്തകം നിർബന്ധമായി വായിക്കണം. എല്ലാ മുസ്ലിങ്ങളും വായിക്കണം. അതും ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം ചെയ്യുകയാണ് ഇൻഷാ അല്ലാഹ്. അത് മലയാളികൾക്ക് വായിച്ച പോരാ. അതിന് സമാനമായൊരു പുസ്തകം ലോകത്തെ ഒരു ഭാഷയിലും 1400 കൊല്ലത്തിനുള്ളിൽ ഇറങ്ങിയിട്ടില്ല. ഉറപ്പ്. അതെന്താ അങ്ങനെ പറയണം? അങ്ങനെ പറയാൻ എനിക്ക് കഴിയും. അതൊരു പുസ്തകമാണ്. അത് വായിക്കണം. പണ്ടത് ആവശ്യമില്ല, ഇന്നത് ആവശ്യമാണ്. ഇന്ന് എവിടെയാണ് റസൂലുള്ളാഹിന്റെ സ്പേസ്? മുത്തുമാ ഒന്ന് പറ. തിരുദൂതർ നിയോഗം എന്ന പുസ്തകം വായിക്കണം. അതിൻ്റെ 2ാം ഭാഗമാണ് നിറവ്. നിറവ് വായിച്ചാലും വായിച്ചില്ല. നിറവ് നല്ല പുസ്തകമാണ്. പക്ഷേ വായിച്ചാലും വായിച്ചില്ലെങ്കിലും നിയോഗം വായിക്കണം. എവിടെയാണ് റസൂലുള്ളാഹിനെ പ്ലേസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. എനിക്കിത് അറിയൂലായിരുന്നു. ഞാൻ റസൂലുള്ളാഹിനെ മനസ്സിലാക്കുന്ന, അതായത് റസൂലുള്ളാഹി സോഷ്യൽ ആയ റസൂലുള്ളാഹ്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ആയ റസൂലുള്ളാഹ്, ഞാൻ ബാത്തിനായ റസൂലുള്ളാഹ് തിരുദൂത് നിറവിൽ ഒരല്പം കൊടുത്തിട്ടുണ്ട്. അല്ലാഹു റസൂലുള്ളാഹിനെ എവിടെ പ്ലേസ് ചെയ്യണം അത് മനസ്സിലാകാത്തത് കൊണ്ടാണ് നമ്മൾ തോന്നിയതിൻ്റെ പിന്നാലെ പോണത്. റസൂലുള്ളാഹിക്ക് പകരം ഒരാൾ ഇനി ലോകത്ത് ഉണ്ടായിട്ടില്ല, എന്നോട്ട് ഉണ്ടാവില്ല. അത് എനിക്ക് പണ്ടൊരു മതപരമായി ഞാൻ പറയുന്നത്, ഇപ്പം എനിക്ക് ഉറപ്പാണ്. തിരുദൂതർ നിയോഗം എന്ന പുസ്തകം ലീവ് എടുത്താണെങ്കിലും വായിക്കണം. എല്ലാ മുസ്ലിം വായിക്കണം. ലോകത്തുള്ള എല്ലാ മുസ്ലിം വായിക്കണം. അമേരിക്കക്കാരും ബ്രിട്ടീഷുകാരും ഒക്കെ വായിക്കണം. എന്തുകൊണ്ട്? അതിന് സമാനമായൊരു പുസ്തകം ലോകത്ത് ഒരാൾക്ക് ഇന്ന് വരെ കാണിക്കാൻ കഴിയൂല. ഇനി ഉണ്ടായേക്കാം, ഇന്ന് വരെ ഇല്ല. അതൊരു തൗഫീഖാണ്. ഇത് ഞാനൊരു വലുപ്പത്തിന് പറയല്ല കേട്ടോ. ഇതൊരു തൗഫീഖാണ്. വായിക്കണം. അതേപോലെ ഒരു പുസ്തകമാണ് സാത്താൻ്റെ നവലോകക്രമം. ഇത് വായിച്ചിരിക്കണം. അപ്പോഴേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുള്ളൂ. എവിടെയാണ് ചതി കിടക്കണതെന്ന് മനസ്സിലാക്കണം. ഇനി ചതിയുടെ കാലമാണ്. നിഫാഖിൻ്റെ കാലമാണ്. അപ്പോൾ ആ പുസ്തകം വായിക്കണം. എല്ലാവരും വായിക്കണം. ഇൻഷാ അല്ലാഹ് ആ മജ്‌ലിസിലുണ്ടാവും, വിൽപ്പനക്കുണ്ടാവും. വ്യാഴാഴ്ച തന്നെ പുസ്തകത്തിൻ്റെ വിൽപ്പന ആരംഭിക്കും. വായിക്കുന്നവർക്ക് വായിക്കാം. അല്ലാഹു തആല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അല്ലാഹുവിൻ്റെ പൊരുത്തപ്പെട്ട അടിമകളിൽ നമ്മളെല്ലാവരും ചേർത്ത് തരട്ടെ. അല്ലാഹുവിൻ്റെ മുത്തഖീങ്ങളായ ദാസന്മാരിൽ അല്ലാഹു നമ്മളെയൊക്കെ ചേർത്ത് തരട്ടെ. നമ്മളെല്ലാവരും ഈ പറഞ്ഞ കാര്യം ഗൗരവമുള്ള വിഷയമായി തന്നെ മനസ്സിലാക്കണം. അപ്പോൾ എല്ലാവരും ഒരുമിച്ചും ഒന്നിച്ചും നിൽക്കണം. ഇതൊരു തൗഫീഖിൻ്റെ കൂട്ടായ്മയാണ്. ഇതൊരു തൗഫീഖിൻ്റെ കൂട്ടായ്മയാണ്. ഇതൊന്നിച്ച് നിൽക്കണം. ഇതിനൊരു നതീജ ഉണ്ടാവും നാളെ അല്ലാഹുവിൻ്റെ കോടതി. ഒരാൾ വെറുതെ ആവൂല കേട്ടോ. ഈ കൂട്ടായ്മയിൽ കൂടി നിന്നിട്ട് ഒരാൾ വെറുതെ ആവൂല കേട്ടോ. ആരും വിചാരിക്കണ്ട, വെറുതെ ആവൂല. ഇത് ലാഭത്തിലേക്ക് പോകുന്ന കൂട്ടായ്മയാണ്. അല്ലാഹു ലാഭത്തിലെത്താൻ നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹുവിൻ്റെ പൊരുത്തം അല്ലാഹു നമുക്ക് തുറന്നു തരട്ടെ. ഇന്ന് തുറന്നാൽ പറയാതെ ഒരാൾക്ക് മനസ്സിലാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. എൻ്റെ ഫഖ്റല്ല കേട്ടോ, എൻ്റെതല്ല. എനിക്കൊന്നും അറിയൂല, ഒന്നും അറിയൂല. എനിക്കൊരു തൗഫീഖാണ്, അതുകൊണ്ട് അറിയുന്നതാണ്. എന്നോട് ഈ മിനിഞ്ഞാന്ന് ഒരാൾ, ഈ കൂട്ടത്തിലുള്ള ഒരാൾ എന്നോട്, ഇവിടുന്ന് ഒരാൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ കരുവാങ്കൊല്ലിൽ ഈ റബീഉൽ അവ്വലിൽ നടത്തിയ 3 ദിവസത്തെ പ്രഭാഷണം ഒരു 1.5 പ്രസംഗമാണ്. അത് മതി ഒരാൾക്ക്. ഇനി നിങ്ങളോട് ഞാൻ പറയാം, ആ പ്രസംഗത്തിന് ഞാനും നിങ്ങളും തമ്മിൽ 1 സെക്കൻഡിൻ്റെ വ്യത്യാസമാണ്. നിങ്ങളോടത് പറയുന്നതിന് മുമ്പ് ആ വിവരം എനിക്കറിയില്ല. 1 സെക്കൻഡിൻ്റെ വ്യത്യാസം. ഞാനും പലപ്പോഴും എൻ്റെ ശ്രോതാക്കളും ഞാനും തമ്മിൽ 1 സെക്കൻഡിൻ്റെ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ചെയ്യണം, റെക്കോർഡ് ചെയ്യണം എന്ന് പറയുന്നത്. എന്തുകൊണ്ട്? ഇനി അതൊന്നും കൂടി പറഞ്ഞു തന്നാൽ എനിക്ക് കഴിയില്ല. ഇപ്പോൾ കരുവാങ്കലിലുള്ള പ്രസംഗങ്ങൾ ഒന്നും കൂടി പറഞ്ഞാൽ അറിയില്ല. ഞാൻ മണ്ണാർക്കാട് ഈ റബീഉൽ അവ്വലിൻ്റെ തുടക്കത്തിൽ പ്രസംഗം നടത്തി. അവരോട് ഞാൻ പലവട്ടം പറഞ്ഞു അതൊന്ന് റെക്കോർഡ് ചെയ്യേ എന്ന്. പക്ഷെ അവരത് വില വെച്ചില്ല.
പക്ഷെ ആ പ്രസംഗം കഴിഞ്ഞപ്പോൾ അവർ മുഴുവനോട് പറഞ്ഞു നഷ്ടം നഷ്ടം, റെക്കോർഡ് ചെയ്യായിരുന്നു. ഇനി അതങ്ങനെ പറയാൻ എനിക്ക് കഴിയില്ല, ഒറ്റവട്ട ഒരു പ്രസംഗം പറയാൻ കഴിയുള്ളൂ. രണ്ടാമത്തെ വട്ടം കഴിയില്ല. എനിക്കത് എവിടുന്നാണ് വരുന്നതെന്ന് അറിയില്ല, വൽപ്പത്തരം പറയാല്ല കേട്ടോ. അതൊരു തൗഫീഖാണ്. എൻ്റെ പ്രസംഗം എൻ്റെതല്ല, എൻ്റെ തലേക്ക് ചാടി വരുന്നതാണ്. ഞാൻ മിനിഞ്ഞാന്ന് വെള്ളിയാഴ്ച ലാമിന് മിൽക്കിയത്തിൻ്റെ ഒരർത്ഥം പറഞ്ഞിട്ടുണ്ട്. അർത്ഥം പറഞ്ഞില്ലേ? മുത്തഖീങ്ങളുടെ ഉടമസ്ഥതയിലായിരിക്കും അവരുടെ മരണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിന് എവിടുന്ന തെളിവ് ഇനി കണ്ടെത്തണം, ഇതുവരെ കണ്ടിട്ടില്ല. അലാമ മിൽക്കിയത്തിൻ്റെ ആവൂന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. തഫ്സീർ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ കാണും ഇൻഷാ അല്ലാഹ്. പക്ഷെ ഇതുവരെ കണ്ടിട്ടില്ല. ഒരാളിനോട് ഫോണിൽ വിളിച്ച് ചോദിച്ചു, ഈ തഫ്സീർ എവിടുന്ന് കിട്ടിയതാ? അപ്പം ഞാൻ പറഞ്ഞു, അതിൻ്റെ അടിയിൽ റഹ്മത്തുള്ള അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് എഴുതി കൊടുത്താളി. ഇനി തെളിവ് കണ്ടെത്തണം, പക്ഷെ അത് എനിക്ക് എവിടെ ഉള്ളതെന്ന് അറിയില്ല. അത് സത്യമാണ്, അത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ എന്നോട് കുറേ ആളുകൾ പറഞ്ഞു അത് സത്യമാണ്, ഇന്നാൾ അങ്ങനെ മരിച്ചു, അവർക്ക് മിൽക്കിയത്താണ്. മുത്തഖീങ്ങൾ എങ്ങനെ മരിക്കണം അവരാണ് തീരുമാനിക്കും, അങ്ങനെയാണ് മരിക്കും. ഇല്ലെങ്കിൽ പിന്നെ അവർ ഈ ലോകത്ത് അള്ളാഹ് ഇബാദത്തിന് എന്ത് വിലയുള്ളത്? ഞാൻ വിചാരിച്ചോലെ ഞാൻ മരിക്കുക, മുത്തഖി വിചാരിച്ചോലെ മുത്തഖി മരിക്കും. മുത്തഖീങ്ങൾക്കാണ് നല്ല മരണം ഉണ്ടാവുക എന്നാണ് ഇക്കാലം വരെ ഞാൻ അർത്ഥം വെച്ചിരുന്നത്. ഇതൊരു പുതിയ അർത്ഥമാണ്. അവരുടെ ഉടമസ്ഥതയിലാണ് എന്ത്? അവരുടെ മരണം. അങ്ങനെയാണ്. നാളെ ഞാൻ മരിക്കുന്ന പറഞ്ഞാൽ മരിച്ചിരിക്കും, ആത്മഹത്യയല്ല, അവർ മരിക്കും. എന്തേ? അതിൻ്റെ ഉടമസ്ഥത അവകാശം അള്ളാഹ് ഒരിക്കൽ വിട്ടുകൊടുക്കും. എന്നെ കുളിപ്പിക്കി, എന്നെ വെള്ളം വിരിച്ച് കിടത്തി എന്ന് പറയാണ് ഫാത്തിമ ബീവി. എന്നെ ചിരിച്ച് കിടത്തി മരിച്ചു. മരണലക്ഷണേ ഇല്ല. റമളാൻ മാസം മരണലക്ഷണേ ഇല്ല. വേഗം എന്നെ ഒന്ന് കുളിപ്പിച്ചു, എന്നെ വെള്ളം വിരിച്ചു, എന്നെ വില വാങ്ങുള്ള ചെരിച്ച് കിടത്തി മരിച്ചു. അങ്ങനെ മുത്തഖീങ്ങൾ വരണം. കൊല്ലാൻ അവകാശത്തിൽപ്പെട്ടതാണ്, ഒരു ഉടമസ്ഥതയാണ്. ഞാൻ അങ്ങനെ മരിക്കണം, അങ്ങനെയാണ് മരിക്കും. അള്ളാഹു അങ്ങനെ നമുക്ക് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. എൻ്റെ ഉസ്താദ് കാപ്പിൽ മുർമുസ്ലിയാർ ഞാൻ ചൊവ്വാഴ്ചയാണ് മരിക്കാറുണ്ട് എന്ന് പറഞ്ഞു. 980 ഞങ്ങൾ കൊണ്ടോട്ടി ഉസ്താദിന്റെ തോന്നുന്ന കാലത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ചൊവ്വാഴ്ച ഇരിക്കൂടാ മരിക്കാന്ന്. പിന്നെ ഉസ്താദ് രോഗിയായപ്പോൾ ഞങ്ങൾ എല്ലാ ശിഷ്യന്മാർക്കും ഒരു വേട്ടയാണ്. ചൊവ്വാഴ്ച ആയാൽ ഉസ്താദ് രോഗിയായി കിടക്കുകയാണ്, ചൊവ്വാഴ്ച ഒരു വേട്ടയാണ്. എന്ത്? ഉസ്താദ് ചൊവ്വാഴ്ച ആയിരിക്കും പറഞ്ഞതുപോലെ ചൊവ്വാഴ്ച മരിച്ചു. ഇവിടെ വരുന്ന ഇബ്രാഹിം ഉണ്ട്. ആ ഇബ്രാഹിമിൻ്റെ അവിടെ തമാശയും പറഞ്ഞിരിക്കും എൻ്റെ വാപ്പ. അപ്പോൾ പറയും, എന്നെ കൊണ്ടൊക്കെ മയത്തിൻ്റെ മയ്യത്ത് ഞാൻ ഏറ്റിക്കും. ഞാൻ മയത്തിൽ കൂടെ മരിക്കുക, മഴ കൊണ്ട് ഏറ്റേണ്ടി വരുന്നു അറിഞ്ഞതുപോലെ. മയത്ത് മരിച്ചു, മയത്തേറ്റിക്കൊണ്ട് ഇവിടെ സ്ഥിരം വരുന്ന ഇബ്രാഹിമിനോട് എത്ര വട്ടം പറഞ്ഞ കണക്കില്ല. മയത്തേറ്റി കൊണ്ടുകൊണ്ടിരുന്നു, മയത്തന്നെ മരിച്ചു, മയത്തന്നെ ഏറ്റി. അവർക്ക് അള്ളാഹു വിട്ടുകൊടുക്കുക അവകാശം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അങ്ങനെ സത്യമാണ് ഈ പറയണമൊക്കെ. അപ്പൊ എന്താണ് ചിലർ വിചാരിക്കും, ഇയാൾ എന്തിനാ അത് റെക്കോർഡ് പറയണത്? പിന്നെ കിട്ടൂല, പിന്നെ എനിക്ക് പറയാൻ കഴിയില്ല, കഴിഞ്ഞു, അത് തോട്ടാണ്, പിന്നെ പറയാൻ കഴിയില്ല. കിതാബ് നോക്കി പറയുന്ന വയലുകളുണ്ട്, അതിന് റൂഹ് ഉണ്ടാവില്ല. ഞാൻ തിരിച്ചു വരികയും ഒരു അല്പത്തരം പറയല്ല, ഒരു തൗഫീഖാണ്. എൻ്റെ വാപ്പാൻ്റെ ജാപത്തായിരിക്കാം, ദ്വാൻ്റെ ജാപത്തായിരിക്കാം, അല്പത്തരം പറയല്ല. എല്ലാവരും വരണം, നമ്മളൊക്കെ ഒന്നാണ്. നമ്മൾ അള്ളാഹിൻ്റെ ഹബീബിൻ്റെ ഹബീദുകളാണ്. നമുക്ക് ആ റസൂലുള്ളാഹിന്റെ പിന്നാലെ നാളെ രക്ഷപ്പെടും. അള്ളാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തി തരട്ടെ. നമ്മളെല്ലാവരെയും അള്ളാഹുവിനെ രക്ഷപ്പെടുത്തി തരട്ടെ. അള്ളാഹു എല്ലാവരെയും രക്ഷപ്പെടുത്തി തരട്ടെ. ഒരാളെയും പരാജയപ്പെടാതെ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ സയ്യിദിനാ മുഹമ്മദ്.